Hi students, welcome back to our next session. In this session, we can ascertain the cost of material. How we can ascertain the cost of material? നമുക്ക് എങ്ങനെയാണ് ഒരു മെറ്റീരിയലിന്റെ കോസ്റ്റ് ascertain ചെയ്യാൻ പറ്റുക? While ascertaining the cost of material, we have to incur some additions as well as some deductions. Purchase priceനോട് കൂടി ചില additions വരും, അല്ലെങ്കിൽ purchase priceനോട് കൂടി ചില deductions വരും. ആ അഡീഷൻസും ഡിഡക്ഷൻസുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ അഡീഷൻസ് ആർ while purchasing a product we can add some expenses along with the purchase price. പർച്ചേസ് പ്രൈസിനോടൊപ്പം ചില അഡീഷൻസ് വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആ അഡീഷൻസ് ഇതാണ്: പാക്കിംഗ് ചാർജസ്, ട്രാൻസ്പോർട്ട് ചാർജസ്, ഇൻഷുറൻസ്, സെയിൽസ് ടാക്സ്, കോസ്റ്റ് ഓഫ് കണ്ടെയ്നേഴ്സ്. What are they? Packing charges. These are in addition to the purchase price. Then transport charges, ഇൻഷുറൻസ്, സെയിൽസ് ടാക്സ്, കോസ്റ്റ് ഓഫ് കണ്ടെയ്നേഴ്സ്. ചില ഐറ്റംസ് നമുക്ക് ബോക്സസ് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് ഓർ പാക്കറ്റ്സിലൊക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ കൂടി റേറ്റ് നമുക്ക് പർച്ചേസ് പ്രൈസിനോടൊപ്പം ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും എക്സ്പെൻസുകൾ നമ്മൾ പർച്ചേസ് പ്രൈസിനോടൊപ്പം ആഡ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു ഡിഡക്ട് സം ഐറ്റംസ് ലൈക്ക് ട്രേഡ് ഡിസ്കൗണ്ട്. അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് പ്രൈസിൽ നിന്ന് ഡിഡക്ട് ചെയ്യും. ഇങ്ങനെ അഡീഷൻസും ഡിഡക്ഷനും ചെയ്തതിന് ശേഷമാണ് ഒരു മെറ്റീരിയലിന്റെ കോസ്റ്റ് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇത്തരത്തിലുള്ള അഡീഷൻസ് ഓർ എക്സ്പെൻസസ് ചാർജ് ചെയ്യുന്നത്, പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യുന്നത് ഓൺ സം ബേസിസിലാണ്. എന്താണ് ആ ബേസിസ്? ചില പ്രൊഡക്റ്റുകൾ വെയിറ്റ് അടിസ്ഥാനത്തിലായിരിക്കാം, മറ്റു ചില പ്രൊഡക്റ്റുകൾ വാല്യൂന്റെ ബേസിലായിരിക്കാം. Then നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നമുക്ക് എ കൺസൈൻമെന്റ് കൺസിസ്റ്റ് ഓഫ് ടു കെമിക്കൽസ് എ ആൻഡ് ബി. ദ ഇൻവോയ്സ് ഗേവ് ദ ഫോളോയിങ് ഡാറ്റ. ഒരു കൺസൈൻമെന്റില് രണ്ട് കെമിക്കൽസ് ആണ് നമ്മൾ പറയുന്നത്, എ ആൻഡ് ബി. കെമിക്കൽ എ 6000 kg അറ്റ് 4 per kg. 6000 kg ആണ് കെമിക്കൽ എ വരുന്നത്. അതിന്റെ ക്വാണ്ടിറ്റി വരുന്നത് 6000 kg ആണ്. അറ്റ് 4 per kg. 1 kgക്ക് 4 rupees ആണ്. അങ്ങനെ 24,000 ആണ് അതിന്റെ പ്രൈസ്. കെമിക്കൽ ബി 3000 kg അറ്റ് 5 per kg. 3000 ആണ് കെമിക്കൽ ബി വാങ്ങുന്നത്, അത് 5 per kg ആണ്. അതിന്റെ കോസ്റ്റ് വരുന്നത് 15,000 ആണ്. ദെൻ സെയിൽസ് ടാക്സ്. സെയിൽസ് ടാക്സ് എന്ന് പറയുമ്പോൾ അഡീഷൻ ടു ദ പർച്ചേസ് പ്രൈസ് ആണ്. ഇൻ അഡീഷൻ ടു ദി പർച്ചേസ് പ്രൈസ് ആണ്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണെന്ന് നമുക്കറിയാം. 1300. റെയിൽവേ ഫ്രൈറ്റ് 540. അങ്ങനെ രണ്ട് മെറ്റീരിയലിനും കൂടി നമുക്ക് വരുന്ന കോസ്റ്റ് 40,840. ദെൻ പാരഗ്രാഫിൽ പറയുന്നത് ഇതാണ്: എ ഷോർട്ടേജ് ഓഫ് 300 kg ഇൻ എ ആൻഡ് 150 kg ഇൻ ബി വാസ് നോട്ടീസ്ഡ് ഡ്യൂ ടു ബ്രേക്കേജ്. ആ മെറ്റീരിയലില് ബ്രേക്കേജ് മൂലം എയിൽ 300 kg നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ബിയിൽ 150 kg നഷ്ടപ്പെടുകയാണ് ബ്രേക്കേജ് മൂലം. Then what is the stop rate? What you would you adopt for pricing issue assuming a provision of 3% towards further deterioration? നമ്മൾ ഇതിന്റെ റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? കൂടാതെ ഒരു 3% കൂടി പ്രൊവിഷൻ, ഇതിന്റെ ഡിറ്റീരിയോറേഷൻ, ഇതിന്റെ ഇനിയും ഇതിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഡിറ്റീരിയോറേറ്റ് ചെയ്യാനുള്ള വാല്യൂ കുറയാനുള്ള സാധ്യതയുണ്ട്. 3% ഡിറ്റീരിയോറേഷൻ മേൽ പ്രൊവിഷൻ വെക്കാനാണ് പറയുന്നത്. അങ്ങനെ ആ സ്റ്റോക്കിന്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ ആദ്യം ഒരു കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. നെയിം കൊടുക്കുക എ ആൻഡ് ബി. ദീസ് ആർ ദ ടു കെമിക്കൽസ്. ദെൻ അതിന്റെ ഇൻവോയ്സ് പ്രൈസ് മെറ്റീരിയൽ എക്ക് 24,000ഉം മെറ്റീരിയൽ ബിക്ക് 15,000ഉം നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞു ഒരു മെറ്റീരിയലിന്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യണമെങ്കിൽ ഇതിനോട് കൂടി പർച്ചേസ് പ്രൈസിനോട് കൂടി ചില അഡീഷൻസ് വരും. അപ്പൊ ഈ പ്രോബ്ലത്തിൽ അഡീഷൻ ആയിട്ട് വരുന്നത് സെയിൽസ് ടാക്സ് ആണ്. സോ നമുക്ക് എഴുതി വെക്കാം സെയിൽസ് ടാക്സ്. സെയിൽസ് ടാക്സ് എമൗണ്ടഡ് ടു rupees 1,300. 1,300 ആണ് സെയിൽസ് ടാക്സ് വരുമ്പോൾ രണ്ട് പ്രൊഡക്റ്റിനും കൂടിയിട്ടാണ് 1,300 വരുന്നത്. സെയിൽസ് ടാക്സ് 1,300 വരുന്നത് രണ്ട് പ്രൊഡക്റ്റ്, കെമിക്കൽ എക്കും കെമിക്കൽ ബിക്കും കൂടി വേണ്ടിയിട്ടാണ്, മെറ്റീരിയലിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ 1,300 വരുന്നത്. സോ
സെയിൽസ് ടാക്സ് ആണ് നമ്മൾ ആ വാല്യൂന്റെ ബേസിലാണ് നമ്മളത് അപ്പോർഷൻമെന്റ് നടത്തുക. നമ്മൾ പറഞ്ഞില്ലേ ചില ഐറ്റങ്ങൾ വാല്യൂന്റെ ബേസിലും ചില ഐറ്റങ്ങൾ ക്വാണ്ടിറ്റിയുടെ ബേസിലുമാണ് നമ്മൾ അപ്പോർഷൻമെന്റ് നടത്തുക. അപ്പൊ സെയിൽസ് ടാക്സ് എപ്പോഴും പ്രൈസിന്മേലാണ് നമ്മൾ ചെയ്യുക. അപ്പൊ 1300 ഇസ് ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ ഓഫ് 24:15. ഇതാണ് റേഷ്യോ 24:15 or 24,000:15,000. അപ്പൊ 1300-നെ ഈ റേഷ്യോയില് നമ്മൾ ഡിവൈഡ് ചെയ്യുക. 1300 into 24 ഡിവൈഡഡ് ബൈ ഇതിന്റെ ടോട്ടൽ ദാറ്റ് ഈസ് 39. അല്ലെങ്കിൽ 39,000 എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഡിജിറ്റ്സ് ഒഴിവാക്കിയിട്ട് നമുക്ക് എടുക്കാം, തൗസൻഡ്സ് ഒഴിവാക്കിയിട്ടായാലും എടുക്കാം. അപ്പൊ 24:15 അല്ലെങ്കിൽ 24,000:15 എന്നുള്ള റേഷ്യോയിലാണ് നമ്മളിത് എടുക്കുക. അപ്പൊ 1300 into സീറോസ് കളയാം നമുക്ക്, 24 ഡിവൈഡഡ് ബൈ 39. അതുപോലെ തന്നെ 1300 into 15 ഡിവൈഡഡ് ബൈ 39. ഇങ്ങനെയാണ് നമ്മൾ സെയിൽസ് ടാക്സ് കാണുന്നത്. ഓരോ പ്രൊഡക്റ്റിന്റെ വാല്യൂന്റെ ബേസിലാണ് കാണുന്നത്. സോ 800 and 500. 800 and 500. Then അടുത്ത് പറയുന്നത് റെയിൽവേ ഫ്രൈറ്റ് ആണ്. റെയിൽവേ ഫ്രൈറ്റ് റെയിൽവേ ഫ്രൈറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂലിയാണ് അല്ലെ. അപ്പൊ നമ്മള് ഫ്രൈറ്റ് കൂലി നമ്മൾ പറയുകയാണെങ്കിൽ കൂലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് വോളിയത്തിന്മേലാണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിന്മേലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രൈസിന്മേലല്ല. എത്ര ക്വാണ്ടിറ്റി ആണ് ഫ്രൈറ്റ് വരുന്നത്, നമുക്ക് എത്രയാണ് ഫ്രൈറ്റിന് വേണ്ടി വരുന്നത്, ആ ക്വാണ്ടിറ്റിയുടെ ബേസിലാണ് നമ്മൾ ഫ്രൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫ്രൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന മെറ്റീരിയൽ 6,000 ആണ് അതിന്റെ ക്വാണ്ടിറ്റി. എയുടെ ക്വാണ്ടിറ്റി 6,000 ആണ്, ബിയുടെ ക്വാണ്ടിറ്റി 3,000 ആണ്. അപ്പൊ ഈ ക്വാണ്ടിറ്റിയുടെ റേഷ്യോയിൽ വേണം ഫ്രൈറ്റിന്റെ ചാർജ് ഡിവൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഫ്രൈറ്റിന്റെ ചാർജ് വരുന്നത് 540 ആണ്. 540 ആണ് ഫ്രൈറ്റിന്റെ ചാർജ്. ഈ 6:3 എന്നുള്ള പ്രൊപ്പോർഷനിൽ വേണം, അല്ലെങ്കിൽ 6,000:3,000 എന്നുള്ള പ്രൊപ്പോർഷനിൽ വേണം അത് ഡിവൈഡ് ചെയ്യാൻ. ഡിവൈഡ് ചെയ്യുമ്പോൾ 360, 180. 360, 180. വേറെ അഡീഷൻസ് ഒന്നും വരുന്നില്ല. നമ്മളോട് രണ്ട് കാര്യങ്ങളാണ് അഡീഷൻ ആയിട്ട് വരുന്നത്. അഡീഷൻ ടു ദ പർച്ചേസ് പ്രൈസ് ദ മെറ്റീരിയൽ മേ ഇൻകർ സെയിൽസ് ടാക്സ് ആൻഡ് ഫ്രൈറ്റ്. അപ്പൊ ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യാം അലോങ് വിത്ത് ദി ഇൻവോയ്സ് പ്രൈസ്. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 25,160. 25,160, 15,680. 15,680. Then ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ടോട്ടൽ എ. നമ്മൾ ആദ്യം അതായത് പ്രൈസിന്റെ ടോട്ടൽ ആണ് നമ്മൾ കണ്ടത്. ഇനി ക്വാണ്ടിറ്റിയുടെ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് എഴുതി വെക്കാം ടോട്ടൽ വെയിറ്റ്. ടോട്ടൽ വെയിറ്റ് എയുടെ ടോട്ടൽ വെയിറ്റ് എത്രയായിരുന്നു? 6,000 ആണ്. ബിയുടെ 3,000 6,000 and 3,000. നെക്സ്റ്റ് വൺ നമുക്കറിയാം ഒരു ഷോർട്ടേജ് കണ്ടു എന്ന് നമ്മൾ പറഞ്ഞു. ഡ്യൂ ടു ബ്രേക്കേജ് there was a shortage in material A 300 kg and material B 150 kg. അപ്പൊ നമുക്ക് എഴുതി വെക്കാം ലെസ് ഷോർട്ടേജ്. ഉള്ള വെയിറ്റിൽ നിന്ന് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് വെയിറ്റ് അത്രയും കുറഞ്ഞില്ല. അപ്പൊ നമ്മൾ വീണ്ടും അത് ഡിഡക്ട് ചെയ്യും. 300 എയിലും 150 ബിയിലും. സോ നമുക്ക് വരുന്നത് 5,700, 2,850. 2,850. വീണ്ടും നമ്മളോട് പറയാണ് ഒരു ഫർദർ ഡിറ്റീരിയോറേഷൻ നടക്കാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെയും ചിലപ്പോൾ അതിന്റെ വാല്യൂ കുറയും. അപ്പൊ അതും കൂടി നമുക്ക് ഡിഡക്ട് ചെയ്യണം. ലെസ് further deterioration 3%. Further deterioration 3%. ഇപ്പൊ ഉള്ള വാല്യൂനേക്കാൾ വീണ്ടും എന്ത് ചെയ്യാം? ഇപ്പൊ ഉള്ളത് എത്രയാണ്? 300 എയിലും 150 ബിയിലും പോയി കഴിയുമ്പോൾ 5,700ഉം 2,850 ആണ്. അതിന്റെ 3% കൂടി ഇനി ഡിറ്റീരിയോറേഷൻ വരാം. അപ്പൊ നമ്മൾ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. 5,700ന്റെ 3% ദാറ്റ് ഈസ് 171. 2,850യുടെ 3% 85.5. 85.5. ദെൻ നമുക്ക് ഇനി എത്ര വെയിറ്റ് ഉണ്ടാവും? നെറ്റ് വെയിറ്റ് ഇനി എത്ര ഉണ്ടാവും അത് കാൽക്കുലേറ്റ് ചെയ്യാം. നെറ്റ് വെയിറ്റ് ആകെ ഉണ്ടായിരുന്ന വെയിറ്റ് 6,000. അതിൽ നിന്ന് ആദ്യം 300 എയിലും പോയി 150 ബിയില്. ദെൻ അതുപോലെ തന്നെ വീണ്ടും 3% കൂടി കുറയുന്നു. ബാക്കി ഇനി നെറ്റ് വരുന്നത് 5,529. 5,529.
2764.5. 2764.5. Then നമുക്ക് റേറ്റ് കാണാം. റേറ്റ് എങ്ങനെയാ നമ്മൾ കാണാറ്? പ്രൈസ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ റേറ്റ് കാണാറ്? പ്രൈസ്, ടോട്ടൽ പ്രൈസ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. അപ്പൊ ശരിക്കും ഒരു മെറ്റീരിയലിന്റെ കോസ്റ്റ് ആണ് നമ്മളിപ്പോ കാണുന്നത്. ടോട്ടൽ പ്രൈസ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ബി എന്ന് കൊടുക്കാം. നെറ്റ് വെയിറ്റിനെ നമുക്ക് ബി എന്ന് കൊടുക്കാം. അപ്പൊ എ ഡിവൈഡഡ് ബൈ ബി ആണ്. എ ഡിവൈഡഡ് ബൈ ബി. അപ്പൊ നമുക്ക് എയുടെ റേറ്റ് എത്രയാ കിട്ടുക? 25,160 ആണ് അതിന്റെ കോസ്റ്റ്, ഡിവൈഡഡ് ബൈ അതിന്റെ വെയിറ്റ് 5,529. അപ്പൊ നമുക്ക് റേറ്റ് വരുന്നത് 4.55. ദെൻ അതുപോലെ തന്നെ മെറ്റീരിയൽ ബിക്ക് 15,680 ആണ് അതിന്റെ ടോട്ടൽ വരുന്നത്. ദെൻ അതില് നെറ്റ് വെയിറ്റ് വരുന്നത് 2,764 kg. അതിന്റെ റേറ്റ് കാണണമെങ്കിൽ ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 5.55.